അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ ഹൃദയാന്തരങ്ങളിൽ ഹൂ എന്ന മന്ത്രധ്വനിയിലൂടെ സഞ്ചരിച്ച് മാനവ ഹൃദയങ്ങളിൽ ആത്മീയ ബോധം ഉണർത്തുന്ന വരികൾ സമ്മാനിച്ച ആത്മീയ ഗുരു. ആ ഇച്ചമസ്താൻ രചിച്ച വരികൾ അത്രയും മാനവ ഹൃദയങ്ങളിൽ ആത്മീയ ബോധം ഉണർത്തുന്നതായിരുന്നല്ലോ. അത്തരത്തിൽ ആത്മീയാനുരാഗത്തിൽ ചാലിച്ച അബ്ദുൽ ഖാദിർ ഇച്ചമസ്താന്റെ വിരുദ്ധത്തിൽ നിന്നും ഒരൽപ്പം കേട്ടു നോക്കാം. മൗത്ത് കൊണ്ട് ചമയ്ത്ത മണ്ണറ പൂക്ക് പോകതിൽ മുന്നമേ മാട്ടുമേൽ പണിയും ഹൃദയ മുന്നടക്കിഹുവാങ്കളേ. മൗത്ത് കൊണ്ട് ചമയ്ത്ത മണ്ണറ പൂക്ക് പോകതിൽ മുന്നമേ മാട്ടുമേൽ പണിയും ഹൃദയ മുന്നടക്കിഹുവാങ്കളേ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിക്കുമെന്ന് ഖുർആനിക അധ്യാപൻ. ജീവന്റെ ചൂടുകെട്ട് മരണമാകുന്ന തണുപ്പിനെയും പുൽകി ചമയിച്ചൊരുക്കുന്ന മണ്ണറയിലേക്ക് പോകാനുള്ളവരാണ് നമ്മൾ. ആ മണ്ണറ പോക്കിന് മുമ്പേ മാട്ടുമേൽ പണിയും ഹൃദയ, അഥവാ ആഗ്രഹങ്ങളിലോട്ടെല്ലാം സഞ്ചരിക്കുന്ന ഹൃദയം എന്നർത്ഥം. വിശുദ്ധമായ ഖുർആനിൽ ഹൃദയം എന്നതിന് കൽബ് എന്നാണ് വിശേഷണം നൽകിയിട്ടുള്ളത്. കൽബ് എന്ന് പറയുന്നത് മറയുന്നത് എന്ന് നേരർത്ഥം. ശരിയിലോട്ടും തെറ്റിലോട്ടും മാറി സഞ്ചരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് കൽബ് എന്നതിന് വിശേഷണം നൽകിയിട്ടുള്ളത്. ആ കൽബിനെ ശരിയായ വഴിയിലൂടെ മാത്രം നീ സഞ്ചരിപ്പിച്ചോ എന്ന ഒരു സതുപദേശം ചേർത്ത് വെച്ചുകൊണ്ട് അബ്ദുൽ ഖാദിർ ഇച്ചമസ്താൻ ഒന്നടക്കി ഹുവാങ്കളെ എന്ന് നമ്മോട് പറയുകയാണ്. തുടരുകയാണ്. സൗതദുഃഖയും കേൾക്കും സാമ്യ തന്നിലും പുകൾ കൊണ്ടു നീ. സൗതദുഃഖയും കേൾക്കും സാമ്യ തന്നിലും പുകൾ കൊണ്ടു നീ. സിദ്ധിക്കണ്ടിസ് മാലുമേ കലർ ദിട്ടുകൊൾ മനുവാർകളെ, കലർ ദിട്ടുകൊൾ മനുവാർകളെ. സാമ്യമായ എല്ലാം കേൾക്കുന്ന അല്ലാഹ്, ആ അല്ലാഹു പുകഴ്ത്തി പറഞ്ഞ വിഭാഗത്തിൽ നിനക്ക് പെടാൻ സാധിക്കും. സിദ്ദീഖ് ആൻഡ് സുമാലുമേ, സിദ്ദീഖ് എന്നാണ് അവരെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ പ്രത്യേകം എടുത്ത് പരാമർശിച്ച വിഭാഗമാണ്. ആ വിഭാഗത്തിൽ നിനക്ക് പെടണമെന്നുണ്ടെങ്കിൽ ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുക, തെറ്റായ വഴിയിൽ നിന്നും നീ പിറകോട്ട് മാറി സഞ്ചരിക്കുക. അത്തരത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ നിനക്ക് ആ സിദ്ദീഖ് എന്ന് പറയുന്ന പദവിയിലിട്ട് നിനക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ആ മർത്തബയിലേക്ക് നീ എത്തിച്ചേർന്നാലോ, ആ മർത്തബയിൽ എത്തിയവരുടെ സവിശേഷതകൾ ഏറെയാണ്. തുടരുകയാണ്. ഹൗദ് നല്ല ഹയാത്ത് ദാരിനിൽ ആരിഫായിരിക്കും ചിലർ. ഹൗദ് നല്ല ഹയാത്ത് ദാരിനിൽ ആരിഫായിരിക്കും ചിലർ. ഹാവിയും തടി പൂക്കി പൂത്തളം വാഴ്വില്ലാത്ത മഖാമില, വാഴ്വില്ലാത്ത മഖാമില. ഹൗദ് നല്ല ഹയാത്ത് ദാർ, ആ സിദ്ദീഖീങ്ങൾ ഹയാത്ത് നിലനിൽക്കുന്ന ദാറിനെ കുറിച്ച് ആരിഫീങ്ങളാണ്, അറിയുന്നവരാണ്. അവർ ഈ ദുനിയാവിനെ പാടേ മറന്നവരാണ്. ആഖിറമെന്ന ചിന്തയിലൂടെ മാത്രം സഞ്ചരിക്കുന്നവരാണവർ. ഹാവിയും തടി പൊക്കി അവർ സ്വശരീരത്തെ ഹവയിൽ നിന്നും, നഫ്സിയായിട്ടുള്ള ഹവയിൽ നിന്നും, ശരീര ഇച്ഛയിൽ നിന്നും സ്വന്തം ശരീരത്തെ മാറ്റി നിർത്തിയവരാണവർ. അങ്ങനെ അവർ അത്തരത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മർത്തബയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയെല്ലാം സഞ്ചരിച്ച് സൂഫിയാന കലാമിൽ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഹബീബായ തങ്ങളിലേക്കാണ് നമ്മൾ വന്നെത്തുന്നത്. ആ ഹബീബായ തങ്ങളെ കുറിച്ച് ഇച്ചമസ്താൻ രചിച്ചിട്ടുള്ള മറ്റൊരു വിരുദ്ധം കൂടെ നമുക്ക് കേട്ടു നോക്കാം. സിന്ധുജസിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാര കോവേ മുഹീദ്ദീൻ. സിന്ധുജസിംഹാസനം കൊള്ളും സുൽത്താൻ ശൃംഗാര കോവേ മുഹീദ്ദീൻ. സീനന്റെ സീഴിന് ദറത്തനെ കൊള്ളാൻ, സീനന്റെ സീഴിന് ദറത്തനെ കൊള്ളാൻ. സീരിൽ ഹുദാവേ മുഹീദ്ദീൻ. സിന്ധുജസിംഹാസനം കൊള്ളും സുൽത്താൻ
ശിങ്കാരക്കോവേ മുഹീദ്ദീൻ. സിന്ധുജ സിംഹാസനം. സിന്ധുജം എന്ന് പറഞ്ഞാൽ സമുദ്രമാണല്ലോ, അറിവാകുന്ന മഹാസമുദ്രം. ആ സിന്ധുജ സിംഹാസനത്തിലിരിക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ തങ്ങൾ ശിങ്കാര കോവ്. ശിങ്കാരം എന്ന് പറഞ്ഞാൽ വിലയേറിയ മൂല്യവത്തായ കോവ്, മുത്ത്. ആ മുത്താണ് ഹബീബായ തങ്ങൾ എന്നാണ് ഈച്ച ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല, ആ ഹബീബായ തങ്ങളുടെ ആശീർവാദവും പൊരുത്തവും ഗുരുത്വവും എല്ലാം നീ ഏറ്റുവാങ്ങിക്കോ എന്നൊരു ഉപദേശം കൂടെ ചേർത്ത് വെക്കുകയാണ് ഈച്ച ചെയ്യുന്നത്. അവിടുത്തെ വരികൾ തുടരുകയാണ്. മീമിണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമിണ്ട മിൽക്കിൽ മാലിക്കിൽ മുലൂക്കണ്ട, മീമിൽ മുളൈത മുഹീദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കൊമ്പത്ത്, അല്ലാഹിയാടും മുഹീദ്ദീൻ. സിന്ധുജ സിംഹാസനം കൊള്ളും സുൽത്താൻ, ശിങ്കാരക്കോവേ മുഹീദ്ദീൻ. ബില്ലാഹി റഹ്മത്ത് ലില്ലാഹി കുമ്പത്ത്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് അർത്ഥം ലഭിക്കുന്ന ഒരു വരി കൂടെയാണിത്. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഹബീബായ തങ്ങളെ ഇച്ച നമുക്ക് കാണിച്ചു തരികയാണ്. ബിസ്മിയിലെ സീന് സിറിലേക്കും മീമ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും സൂചിപ്പിക്കുമ്പോൾ അർ റഹീം എന്ന അള്ളാഹുവിന്റെ സിഫത്ത് ഹബീബായ തങ്ങൾക്ക് ചാർത്തി കൊടുക്കുന്ന ഒരു മനോഹരമായ രംഗം കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഈ ബിസ്മിയിലെ അവസാന ഭാഗത്ത് നമുക്ക് ഹബീബായ തങ്ങളെ കാണാമെങ്കിൽ അൽഹംദുലിൽ ആദ്യത്തിൽ തന്നെ കൊമ്പത്ത് തന്നെ നമുക്ക് ഹബീബായ തങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് ഇച്ച ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ ഒരുപാട് അർത്ഥവത്തായ വരികൾ സൂഫിയാന കലാമിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചും ഹബീബായ തങ്ങളെ കുറിച്ചും പഠിക്കാനും അവിടുത്തെ ജീവിതങ്ങളെ നമ്മൾ ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് ഇവിടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.